റെഡ്മിയുടെ റെഡ്മി നോട്ട് 12R എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 12R എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി നോട്ട് 12Rൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. LCD ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ പഞ്ചോളാണ് കാണിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ വെയിറ്റ് വരിക 199 ഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് വരിക 8.17 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്ക്, ടൈം ബ്ലൂ, അതുപോലെ തന്നെ സ്കൈ ഫാൻറ്റസി എന്നീ 3 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും റെഡ്മി നോട്ട് 12R എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആയിരിക്കും ഈ ഒരു പ്രോസസ്സർ. ഇതിൽ 5G കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്കൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഫോണിൽ വന്നേക്കാം. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ രണ്ടാമത് 2 മെഗാ ഒരു സെൻസറും വരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 30 ഈ സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക, ചൈനീസ് മാർക്കറ്റിലായിരിക്കും ആ ഒരു ദിവസം ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില 1099 യുവാൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും വലിയ തിരക്കേടില്ല എന്ന് പറയാം, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. എന്തായാലും റെഡ്മി നോട്ട് 12R എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രൈസിങ്ങിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും റെഡ്മി നോട്ട് 12R എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു ഫോൺ ഒരു 13,000 അല്ലെങ്കിൽ മാക്സിമം ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.